എന്തിനാണ് ടെൻഷനാണല്ലോ? ആ ഞാൻ പുറത്തോട്ട് പോയിട്ട് വന്നതിപ്പം. നിൻ്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഇനിയിപ്പം നീ വരെയൊന്നും ഇല്ലല്ലോ, നാളെ തൊട്ട് പുതിയ ആളൊക്കെ ആയില്ലേ, പിന്നെ നീ അങ്ങനെ കുറച്ച് ദിവസം മുന്നേ വരെ എനിക്കുള്ളതായിരുന്നല്ലോ, ഇപ്പം വേറെ ആർക്കും ആവാൻ പോവുകയില്ലേ. പിന്നെ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നിൻ്റെ അടുത്ത് പറയുന്നത്. പാർലറിലൊക്കെ പോവാൻ സുന്ദരനായിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ. അല്ലടാ, നീ എന്താ അവളടുത്ത് യെസ് പറഞ്ഞത്? നിനക്ക് എന്നെ പ്രപ്പോസ് ചെയ്തുകൂടായിരുന്നോ? നമ്മൾ ഹൈസ്കൂൾ തൊട്ട് ഒന്നിച്ചല്ലേ പഠിച്ചത്. എൻ്റെ ഫാമിലിക്ക് നിന്നെ അറിയാം, നിൻ്റെ ഫാമിലിക്ക് എന്നെ അറിയാം. ഞാനാണെങ്കിൽ നീ അന്ന് തൊട്ട് തന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെയും കൂടെ ഞാൻ എടുത്ത് വെച്ച് നോക്കിയതേ ഉള്ളൂ. അത് കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. എല്ലാം നീ തന്ന ഒരു ചോക്ലേറ്റിൻ്റെ റാപ്പ് വരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ കരുതി നീ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുന്നു. ഇപ്പം നീ വേറെ ആൾക്ക് യെസ് പറഞ്ഞില്ലേ. ആണെങ്കിൽ ഇപ്പം നാളെ നിങ്ങളുടെ കല്യാണമാണ്. എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ വിഷമമുണ്ടോയെന്ന് വെച്ചാൽ വിഷമമുണ്ട്. നിൻ്റെ അടുത്ത് എന്തൊരു പറയണമെന്ന് കൂടെ. ഞാനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് വന്നത്. നീ ഇപ്പം യെസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒളിച്ചോടി പോവാം അവിടെ നിന്ന്. ഷോ, ഞാൻ ചുമ്മാ നീ അത് കാര്യമൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത് എൻ്റെ അടുത്ത്. നമ്മൾ ഹൈസ്കൂൾ തൊട്ട് ഒന്നിച്ച് പഠിച്ചില്ലേ. ഞാൻ കരുതി നിനക്ക് ഇഷ്ടം ഉണ്ടാവുമെന്ന്. നീ വന്ന് പറയുമെന്ന് വിചാരിച്ചാണ്. നീ പറഞ്ഞില്ല. നീ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞാൻ. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ശരി, നിങ്ങൾ മാരേജൊക്കെ ഉറപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിനകത്തൊരു ഭാരം പോലെയായിരുന്നു കല്ലെടുത്ത് വെച്ചാൽ. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ആവും. നീ ഹാപ്പി അല്ലേ ഇതിൽ? നീ തന്നെ എങ്കിൽ ശരി, ഞാൻ പോയി അമ്മ എന്ത് ചെയ്യുന്നു നോക്കട്ടെ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് നോക്കട്ടെ. നീ ഇതൊന്നും ആലോചിച്ചിരിക്കണ്ട. ഞാൻ ഇന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇതിനി പറയാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ കിടന്ന് എനിക്കിങ്ങനെ വീർപ്പ് മുട്ടും. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നീ വേറെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. പോട്ടെ, ഞാൻ പോയി അടുക്കളയിൽ പോയി എന്തൊക്കെയായെന്ന് നോക്കിയിട്ട് വരാം.